നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. 1857-ലെ ഒരു വലിയ വിപ്ലവത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം അടിമുടി മാറ്റിമറിച്ച ചില നിയമങ്ങൾ വന്നു. ആ നിയമങ്ങളിലൂടെ ഇന്നത്തെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് എങ്ങനെ അടിത്തറപ്പാകി എന്ന് നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു നിയമത്തിൽ നിന്നല്ല, മറിച്ച് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ്. ഈ ഒരു സംഭവമാണ് പിന്നീട് വന്ന എല്ലാ മാറ്റങ്ങൾക്കും പ്രധാന കാരണമായത്. 1857-ലെ ആ വിപ്ലവം ലണ്ടനിലിരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിനെ ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു. ഇതിന്റെ ഫലമായി അവർ ഇന്ത്യയെ ഭരിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യത്തെ പടിയായിരുന്നു 1858-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോ ഈ നിയമം വന്നപ്പോ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. എന്നിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടനിലെ രാജ്ഞിയുടെ, അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. അതോടെ ഗവർണർ ജനറൽ എന്ന പദവി മാറി പകരം വൈസ്രോയ് എന്ന പുതിയ പേര് വന്നു. അങ്ങനെ കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയായി. ഈ മാറ്റം ഭരണതലത്തിൽ എത്ര വലുതായിരുന്നു എന്ന് നോക്കൂ. മുൻപ് കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെയൊരു ഇരട്ട ഭരണമായിരുന്നു. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു അത്. അതിനെയെല്ലാം ഒഴിവാക്കി ലണ്ടനിലിരുന്ന് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരംഗമായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ കീഴിൽ ഒരൊറ്റ സംവിധാനം കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലണ്ടനിലെ അധികാര കേന്ദ്രം മാറിയെന്നല്ലാതെ ഇന്ത്യയിലെ സാധാരണ ഭരണരീതികളിലൊന്നും തുടക്കത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. മാറ്റങ്ങളെല്ലാം പ്രധാനമായും ഭരണത്തിന്റെ തലപ്പത്തായിരുന്നു. എന്നാൽ അധികം വൈകാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയെ അടക്കി ഭരിക്കാൻ അധികാരം മാത്രം പോരാ, ഇവിടുത്തെ ആളുകളുടെ കുറച്ചെങ്കിലും സഹകരണം കൂടി വേണം. ഈ തിരിച്ചറിവാണ് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകളിലേക്ക് നയിച്ചത്. നിയമനിർമ്മാണത്തിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ പതുക്കെയാണ് തുടങ്ങിയത് കേട്ടോ. 1861-ല് ആദ്യമായി ചില ഇന്ത്യക്കാരെ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതായത് തിരഞ്ഞെടുപ്പൊന്നുമില്ല, വൈസ്രോയ്ക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം. പിന്നീടൊരു 30 വർഷം കഴിഞ്ഞ് 1892-ല് ബജറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ചെറിയൊരു അധികാരം കൂടി കൊടുത്തു. അത്രയുണ്ടായിരുന്നുള്ളൂ. ഈ നിയമങ്ങളിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരെ ഭരണത്തിൽ ഉൾപ്പെടുത്തിയെന്നത് മാത്രമല്ല, നേരത്തെ കേന്ദ്ര സർക്കാരിൽ ഒതുങ്ങിയിരുന്ന അധികാരങ്ങൾ പതിയെ ബോംബെ, മദ്രാസ് പോലുള്ള പ്രവിശ്യകൾക്ക് തിരികെ നൽകാനും തുടങ്ങി. ഒരു വികേന്ദ്രീകരണത്തിന്റെ തുടക്കം. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന 1909-ലെ നിയമം. ഇത് ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വലിയ രീതിയിൽ കൂട്ടി. പക്ഷെ അതോടൊപ്പം ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു പ്രശ്നത്തിനും ഇത് തുടക്കമിട്ടു. ഈ മാറ്റം എത്ര വലുതാണെന്ന് കാണിക്കാൻ ഈ ഒരു സംഖ്യ മാത്രം മതി: 60. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം വെറും 16-ൽ നിന്ന് 60 ഉയർന്നത്. അതായത് ഏകദേശം 4 ഇരട്ടി വർധനവ്. ഇതുമാത്രമല്ല, വേറെയും ഒരുപാട് ആദ്യങ്ങൾ ഈ നിയമം കൊണ്ടുവന്നു. ആദ്യമായി നിയമനിർമ്മാണ സഭയിൽ മാത്രമല്ല, ഭരണത്തിന്റെ ഏറ്റവും ഉയർന്ന തലമായ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്നൊരു ഇന്ത്യക്കാരന് അംഗത്വം ലഭിച്ചു. അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ ഈ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു: ഒരു അപകടം. അതായിരുന്നു ഈ നിയമത്തിൽ ഒളിപ്പിച്ചുവെച്ച ഒരു പുതിയ തിരഞ്ഞെടുപ്പ് രീതി. ഇതിനെയാണ് പ്രത്യേക നിയോജക മണ്ഡലം അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നു പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, മുസ്ലിം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ മുസ്ലിം വോട്ടർമാർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇത് ഫലത്തിൽ ഇന്ത്യയിലെ വോട്ടർമാരെ മതത്തിന്റെ പേരിൽ രണ്ടായി തിരിക്കുന്നതിന് തുല്യമായിരുന്നു. ഈ ഒരു നീക്കം അത്രയധികം വിവാദങ്ങൾക്ക് വഴിവെച്ചു. പലരും ഇതിനെ വിശേഷിപ്പിച്ചത് വർഗീയതയ്ക്ക് നിയമസാധുത നൽകി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്ന മിന്റോ പ്രഭുവിനെ ഇന്ത്യയിലെ വർഗീയ നിയോജകമണ്ഡലങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിലെ അവസാനത്തെ പക്ഷെ വളരെ നിർണായകമായൊരു നിയമത്തിലേക്കാണ് പോകുന്നത്: 1919-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ഒരു പുതിയ ലക്ഷ്യമുണ്ടെന്ന് അവർ ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഈ നിയമത്തിലൂടെയാണ്. ഇതൊരു ചരിത്രപരമായ പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയിൽ പടിപടിയായി ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ സ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബ്രിട്ടീഷുകാർ ആദ്യമായി ലോകത്തോട് പറഞ്ഞു.
അപ്പോ ഈ ഉത്തരവാദിത്ത ഭരണം എങ്ങനെ നടപ്പിലാക്കും? അതിനായി അവർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഡയാർക്കി. ഗ്രീക്ക് ഭാഷയിൽ ഇരട്ട ഭരണം എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണിത്. പേരുപോലെ തന്നെ പ്രവിശ്യകളിലെ ഭരണത്തെ രണ്ടായി തിരിക്കുന്ന ഒരു വിചിത്രമായ സംവിധാനമായിരുന്നു ഇത്. സിമ്പിളായി പറഞ്ഞാൽ ഭരണവിഷയങ്ങളെ കൈമാറ്റം ചെയ്യപ്പെട്ടവ, സംവരണം ചെയ്യപ്പെട്ടവ എന്ന് രണ്ടായി തിരിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള വിഷയങ്ങൾ ഇന്ത്യക്കാരായ മന്ത്രിമാർക്ക് നൽകി. പക്ഷേ യഥാർത്ഥ അധികാരങ്ങളുള്ള ധനകാര്യം, പോലീസ് പോലുള്ള വകുപ്പുകളെല്ലാം ഗവർണറുടെ കയ്യിൽ ഭദ്രമായി വെച്ചു. ആ വകുപ്പുകളിൽ ഇന്ത്യൻ മന്ത്രിമാർക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ 1919 നിയമമാണ് ഇന്ത്യയിൽ ആദ്യമായി നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിനും കേന്ദ്രത്തിൽ 2 സഭകളുള്ള, ഇന്നത്തെ ലോക്സഭയും രാജ്യസഭയും പോലെ, ഒരു പാർലമെന്റിനും തുടക്കമിട്ടത്. ഇവയെല്ലാം നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനത്തിന്റെ അടിത്തറ പാകിയ ആശയങ്ങളാണ്. അപ്പോ 1858 തുടങ്ങി 1919 അവസാനിക്കുന്ന ഈ 60 വർഷക്കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വളർച്ച വളരെ പതുക്കെയും പലപ്പോഴും പരസ്പരവിരുദ്ധമായ തീരുമാനങ്ങളിലൂടെയുമാണ് മുന്നോട്ടു പോയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചാർട്ട് നോക്കിയാൽ ആ മാറ്റം വളരെ വ്യക്തമാണ്. 1858 ഇന്ത്യക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഭരണത്തിൽ നിന്ന് തുടങ്ങി 1892 ചെറിയ പങ്കാളിത്തം നൽകി ഒടുവിൽ 1919 വളരെ പരിമിതമായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്കെത്തിയ ആ യാത്ര നമുക്ക് കാണാം. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ പരിഷ്കാരങ്ങള് ഇതൊക്കെ ഇന്ത്യക്കാർക്ക് ശരിക്കും അധികാരം നൽകാനായിരുന്നോ? അതോ പ്രതിഷേധങ്ങളെയൊക്കെ ഒന്ന് തണുപ്പിച്ച് തങ്ങളുടെ ഭരണം കുറച്ചുകാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സൂത്രമായിരുന്നോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ചിന്തിച്ചു നോക്കൂ. നമസ്കാരം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല. അതിനു പിന്നിൽ ഒരുപാട് നിയമപരമായ പോരാട്ടങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കും പിന്നെ വിഭജനത്തിലേക്കും നയിച്ച ആ നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ ശരിക്കും എങ്ങനെയാണ് ഈ നിയമങ്ങൾ ഒരു ഉപഭൂഖണ്ഡത്തിന്റെ തന്നെ വിധി മാറ്റിയെഴുതിയത്? നമുക്ക് ആ കഥയിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ കഥ വികസിക്കുന്നത് ഏകദേശം ഒരു 30 വർഷം കൊണ്ടാണ്. ഈ കാണുന്ന ഓരോ നിയമനിർമ്മാണ നിമിഷങ്ങളും അതിൽ വളരെ നിർണായകമായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് തന്നെ പരിശോധിക്കാം, അല്ലേ? അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് 1919 ആ സമയത്താണ് ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണത്തിൽ ഒരു വളരെ ചെറിയൊരു പങ്ക് നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ വലിയ മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരുന്നു അത്. ഇതൊക്കെയായിരുന്നു ആ സമയത്തെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ. അതായത് ഭരണത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി വളരെ പരിമിതമാണെങ്കിലും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി. അതുപോലെ പ്രവിശ്യകൾക്ക് സ്വന്തമായി ബഡ്ജറ്റ് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും വന്നു. ഇതിനൊക്കെ പുറമെയാണ് 1926 ഒരു സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നത്. പക്ഷേ കൂടുതൽ സ്വയംഭരണത്തിലേക്കുള്ള ഈ പാത അത്ര സുഗമമൊന്നുമായിരുന്നില്ല. ഒരുപാട് പിരിമുറുക്കങ്ങളും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു അത്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് നിർദ്ദേശങ്ങൾ പലപ്പോഴും ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളുമായിട്ട് ഒട്ടും ചേരുന്നതായിരുന്നില്ല. അങ്ങനെ അടുത്ത ഘട്ടത്തിനുള്ള കളമൊരുങ്ങി. പക്ഷേ ഈ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി അതൊരു വലിയ പിഴവായി മാറാൻ പോവുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത് എന്ന് ഈ സ്ലൈഡ് കാണുമ്പോൾ തന്നെ വ്യക്തമാവും. നോക്കൂ, 30 കോടി ഇന്ത്യക്കാരുടെ ഭാവി തീരുമാനിക്കാൻ വന്നിരിക്കുന്നൊരു സംഘം. അതിലംഗങ്ങളായി 7 ബ്രിട്ടീഷുകാർ, ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലുമില്ലായിരുന്നു ആ കൂട്ടത്തിൽ. ഇതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് സർക്കാർ കമ്മ്യൂണൽ അവാർഡ് എന്നൊരു നയം അവതരിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭിന്നതകൾക്ക് ആഴം കൂട്ടുന്ന ഒരു നീക്കമായിരുന്നു. ഈ നീക്കം ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കാണ് നയിച്ചത്. ഈ അവാർഡിൽ മാറ്റം വരുത്താനായി ഗാന്ധിജി യർവാദ ജയിലിൽ മരണം വരെ നിരാഹാര സമരം തുടങ്ങി. ഒടുവിൽ ഈ സമരം പൂന പാക്ട് എന്നറിയപ്പെടുന്ന ഒരു ഒത്തുതീർപ്പിൽ കലാശിച്ചു. അതനുസരിച്ച് അധസ്ഥിത വിഭാഗങ്ങൾക്കായി സംയുക്ത നിയോജക മണ്ഡലം നിലനിർത്താനും എന്നാൽ അവർക്കുവേണ്ടി സീറ്റുകൾ സംവരണം ചെയ്യാനും തീരുമാനമായി. അപ്പോ ഈ കാലഘട്ടത്തിൽ നടന്ന ചർച്ചകളും റിപ്പോർട്ടുകളുമെല്ലാം ഒത്തുചേർന്ന് സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഏറ്റവും സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് വഴിയൊരുക്കി. അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത് വെറും ഒരു സാധാരണ നിയമമായിരുന്നില്ല. 321 വകുപ്പുകളുള്ള വളരെ വിശദമായൊരു രേഖയായിരുന്നു ഇത്.
ഇന്ത്യയ്ക്ക് വേണ്ടിയൊരു പുതിയ ഫെഡറൽ ഘടന നിർവചിക്കാൻ ശ്രമിക്കുന്നൊരു ഭരണഘടനാപരമായ രൂപരേഖ തന്നെയായിരുന്നു അത്. ഈ നിയമത്തിലെ ഏറ്റവും നിർണായകമായ കാര്യം അധികാരങ്ങളുടെ ഈ വിഭജനമായിരുന്നു. നിയമനിർമ്മാണ അധികാരങ്ങളെ ആദ്യമായി ഔദ്യോഗികമായി വിഭജിച്ചത് ഈ നിയമത്തിലൂടെയാണ്. അങ്ങനെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന ആശയം വന്നു. അതായത് പ്രവിശ്യകൾക്ക് സ്വയംഭരണ യൂണിറ്റുകളായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. അതുമാത്രമല്ല, ഒരു ആധുനിക രാഷ്ട്രത്തിനു വേണ്ട സ്ഥാപനപരമായ അടിത്തറ പാകിയതും ഈ നിയമം തന്നെയാണ്. നമ്മുടെ കറൻസിയും ക്രെഡിറ്റുമൊക്കെ നിയന്ത്രിക്കാൻ ഒരു കേന്ദ്ര ബാങ്കും ഒരു ഫെഡറൽ ജുഡീഷ്യൽ സംവിധാനവും ഒക്കെ സ്ഥാപിച്ചത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ ഈ പദ്ധതിയുടെ ഒരു കേന്ദ്രഭാഗം പരാജയപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അഖിലേന്ത്യാ ഫെഡറേഷനിൽ ചേരാൻ നാട്ടുരാജ്യങ്ങൾ വിസമ്മതിച്ചു. അതോടെ ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചുള്ള ഒരു നിർണായക ചോദ്യം ഒരു പരിഹാരവുമില്ലാതെ അവിടെ അവശേഷിച്ചു. ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകാം. ഇവിടെ രണ്ടാം ലോകമഹായുദ്ധം എല്ലാം മാറ്റിമറിച്ചു. അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിന് വേഗത കൂട്ടി. 1947 തുടക്കത്തിൽ തന്നെ ആ അവസാന പ്രഖ്യാപനം വന്നു. ബ്രിട്ടീഷ് ഭരണം എപ്പോൾ അവസാനിക്കും എന്നതിന് വ്യക്തമായൊരു തീയതി നിശ്ചയിക്കപ്പെട്ടു. അധികാരം കൈമാറാനുള്ള സമയപരിധി അതോടെ ഉറപ്പായി. പക്ഷെ ഒരു പ്രത്യേക രാഷ്ട്രത്തിനു വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രക്ഷോഭം അർത്ഥമാക്കിയത് ഇതാണ്: സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ രാജ്യം വിഭജിക്കണം. 1947 മധ്യത്തിൽ വളരെ വേഗത്തിലുള്ളതും നാടകീയവുമായ ഒരു കൂട്ടം സംഭവങ്ങൾ രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിയെഴുതി. ഈ നിയമത്തിന്റെ അന്തിമ ഫലം എന്താണെന്ന് നോക്കൂ. അത് പരമാധികാരം നൽകുക മാത്രമല്ല ചെയ്തത്, നാട്ടുരാജ്യങ്ങളുടെ സങ്കീർണമായ പ്രശ്നം അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. ഇത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോ നമ്മളിതുവരെ കണ്ട ഈ നിയമങ്ങൾ വെറും ചരിത്രരേഖകളായിരുന്നില്ല, അല്ലേ? അവ ദക്ഷിണേഷ്യയുടെ ഭാവിയുടെ തന്നെ ഒരു സോഴ്സ് കോഡായിരുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു നിമിഷത്തിലേക്കാണ്. ഒരു വലിയ സാമ്രാജ്യം അവസാനിക്കുകയും ഒരു പുതിയ രാഷ്ട്രം ജനിക്കുകയും ചെയ്ത ആ ദിവസങ്ങളിലേക്ക്. എങ്ങനെയാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വന്തം ഭരണത്തിലേക്ക് മാറിയത്? ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റിലുണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതൊരു സാധാരണ പ്രഖ്യാപനമല്ല. ഒരു യുഗത്തിന്റെ അവസാനവും പുതിയ ഒന്നിന്റെ തുടക്കവുമാണിതിൽ മുഴങ്ങുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു ഭരണം അവസാനിക്കുകയാണ്. ഒപ്പം ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രം പിറവിയെടുക്കുകയാണ്. ആ അർദ്ധരാത്രിയുടെ പ്രാധാന്യം മുഴുവൻ ഈ വാക്കുകളിലുണ്ട്. ഒരു സാമ്രാജ്യം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സിനിമയിലെ ക്ലൈമാക്സ് സീൻ പോലെ ഒറ്റയടിക്ക് തീരുന്ന ഒന്നല്ല. അതിനു പിന്നിൽ വളരെ കൃത്യമായ നിയമങ്ങളും നടപടിക്രമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ബ്രിട്ടീഷ് അധികാരം ഔദ്യോഗികമായി എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചത് എങ്ങനെയാണെന്നല്ലേ? ദേ നോക്കൂ. ബ്രിട്ടീഷ് രാജാവിന്റെ പേരിൽ നിന്ന് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി എടുത്തുമാറ്റി. ഇതൊരു വെറും പേരുമാറ്റമായിരുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള അവരുടെ അധികാരം ഇല്ലാതായി എന്നതിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നുവത്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലികളിലേക്കുള്ള നിയമന രീതികളും മാറ്റി. ഇതെല്ലാം ഇന്ത്യക്കാർക്ക് ഭരണം കൈമാറുന്നതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകളായിരുന്നു. ഓക്കേ, അടുത്തത് ആ പരിവർത്തനത്തിന്റെ നിമിഷം. എങ്ങനെയാണ് സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായത്? ആ ദിവസങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ ടൈം ലൈൻ കണ്ടോ? കാര്യങ്ങൾ എത്ര പെട്ടെന്നായിരുന്നു നീങ്ങിയതെന്ന് നോക്കിയേ. വെറും 1.5 മാസം. ഒന്നാലോചിച്ചു നോക്കൂ. ജൂലൈ 4 ബില്ല് വരുന്നു, 18-ാം തീയതി അത് നിയമമാകുന്നു, ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ അധികാര കൈമാറ്റങ്ങളിൽ ഒന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ആ ചരിത്ര നിമിഷം വന്നെത്തി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തെ കണ്ണിയായ മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നേതാവായ ജവഹർലാൽ നെഹ്റുവിന് അധികാരം കൈമാറുന്നു. ഇതോടെ പഴയ ഭരണകൂടം പൂർണ്ണമായി അവസാനിക്കുകയും പുതിയൊരെണ്ണം ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പത്തെ ഒരു ചിത്രമാണ്. ആ സമയത്ത് ആരായിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത്? അതാണ് 1946 ഇടക്കാല ഗവൺമെന്റ്. ഇതാണ് 1946 ആ ഇടക്കാല മന്ത്രിസഭ. നെഹ്റു, പട്ടേൽ, അങ്ങനെ ഒരുപാട് പ്രമുഖരിതിലുണ്ട്. പക്ഷേ ഇതിലൊരു കൗതുകം നിങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമായ ലിയാഖത്ത് അലിഖാനെ പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കളും ഇതിൽ അംഗങ്ങളായിരുന്നു. വിഭജനത്തിന് മുൻപുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു നേർക്കാഴ്ചയാണിത്, അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
ഈ ഗവൺമെന്റിന് പൂർണ്ണ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. തലപ്പത്ത് അപ്പോഴും ആരുണ്ടായിരുന്നു? വൈസ്രോയ്. നെഹ്റു പ്രധാനമന്ത്രിയല്ല, വെറും വൈസ് പ്രസിഡന്റ് മാത്രം. അതായത് അവസാന വാക്ക് അപ്പോഴും ബ്രിട്ടീഷുകാരുടേതായിരുന്നു. ഓക്കെ, അപ്പോ മുമ്പത്തെ കാര്യം നമ്മൾ കണ്ടു. ഇനി കഥയിലെ ശേഷമുള്ള ഭാഗം, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്വന്തം ഗവൺമെന്റ്. വൈസ് പ്രസിഡന്റ് എന്നതിൽ നിന്ന് നേരെ പ്രധാനമന്ത്രിയിലേക്ക്. ഇതൊരു പേരുമാറ്റം മാത്രമായിരുന്നില്ല, അതായിരുന്നു യഥാർത്ഥ അധികാര കൈമാറ്റം. ഒരു ഡെപ്യൂട്ടി സ്ഥാനത്ത് നിന്ന് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ തലപ്പത്തേക്കുള്ള ആ മാറ്റം. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭ. നമ്മൾ തൊട്ടുമുമ്പ് കണ്ട ഇടക്കാല മന്ത്രിസഭയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയേ. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നത്? ചിലരൊക്കെ പോയി, ചില പുതിയ ആൾക്കാർ വന്നു, ചിലരുടെ വകുപ്പുകൾ മാറി, അല്ലേ? അപ്പോ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ? ഒന്നാമതായി, നെഹ്റു പ്രധാനമന്ത്രിയായി. ഏറ്റവും വലിയ മാറ്റം അതുതന്നെ. പിന്നെ വിഭജനം കഴിഞ്ഞതോടെ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വാഭാവികമായും ഈ ലിസ്റ്റിലില്ല. പകരം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലുള്ളവർ നിയമമന്ത്രിയായി ടീമിലേക്ക് വന്നു. ഇത് ശരിക്കും ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഒരുക്കമായിരുന്നു. അങ്ങനെ പുതിയ സർക്കാർ വന്നു. ഇനി അവർക്ക് ഭരിക്കാനുള്ളൊരു സംവിധാനം വേണ്ടേ? ആ അടിത്തറ എങ്ങനെയാണിട്ടതെന്ന് നോക്കാം. പുതിയൊരു രാജ്യത്തിന് നിയമങ്ങളുണ്ടാക്കാൻ ഒരു പാർലമെന്റ് വേണം. പക്ഷെ തിരഞ്ഞെടുപ്പ് നടത്താനൊന്നും സമയമില്ല. അപ്പോ എന്തു ചെയ്യും? അവിടെയാണ് ഒരു ബ്രില്യന്റ് ഐഡിയ വന്നത്. ഭരണഘടന എഴുതാനായി 1946 തന്നെ ഉണ്ടാക്കിയൊരു സഭയുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി. അതിനെ തന്നെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റാക്കി മാറ്റി. അതോടെ ഭരണത്തിൽ ഒരു ഗ്യാപ്പ് വന്നില്ല. ആദ്യ ദിവസം തൊട്ടേ നിയമനിർമ്മാണം തുടങ്ങാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അങ്ങനെ പുതിയ സർക്കാർ റെഡി, പാർലമെന്റും റെഡി. എല്ലാം സെറ്റായി എന്ന് തോന്നുന്നുണ്ടാവുമല്ലേ? പക്ഷേ യഥാർത്ഥ വെല്ലുവിളികൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാലോചിച്ചു നോക്കൂ. വിഭജനത്തിന്റെ മുറിവുകൾ, ദാരിദ്ര്യം, നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് ചേർക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ പുതിയ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. ഒരു പുതിയ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തുന്നതിൽ അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കുമെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്?